നിങ്ങൾ പലരും റാസ്ബെറി പൈ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറിനെ പറ്റി കേട്ടിരിക്കും. അത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുട്ടികൾ പ്രോജക്റ്റിനൊക്കെ ഉപയോഗിക്കുന്നൊരു സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ്. അത്രയ്ക്ക് വലിയ വിലയും ഇല്ല. ഒരു സാധാരണ കമ്പ്യൂട്ടറിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ വില കുറവാണ്. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റാസ്ബെറി പൈ പൈക്കോ. അത് സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറല്ല, അതിലും ചെറിയതാണ്. പൈക്കോ എന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ അർത്ഥം. റാസ്ബെറി പൈ പൈക്കോ ഒരു മൈക്രോ കൺട്രോളറാണ്. ആർഡിനോ പോലെയുള്ളൊരു മൈക്രോ കൺട്രോളർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആർഡിനോയേക്കാളും വളരെ പവർഫുള്ളാണ് അതിൻ്റെ പ്രോസസ്സർ. വില അത്ര അധികമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആർഡിനോൻ്റെ വിലയും കുറച്ചുകൂടെ വിലയുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ചുകൂടെ വിലയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത് ഒരു കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ്. റാസ്ബെറി പൈ പൈക്കോ പ്രോഗ്രാം ചെയ്യുന്നത് മൈക്രോ പൈത്തൺ എന്നൊരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ thorny.org പോയിട്ട് തോണി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതുവഴിയാണ് മൈക്രോ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റാസ്ബെറി പൈ പൈക്കോയിൽ ഒരു ബൂട്ട് സെൽ അഥവാ ബൂട്ട് സെലക്ഷൻ ബട്ടൺ ഉണ്ട്. അത് അമർത്തി പിടിച്ചുകൊണ്ട് മൈക്രോ USB കേബിള് കമ്പ്യൂട്ടറിലേക്ക്, അതായത് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ സാധാ കമ്പ്യൂട്ടറിലേക്കോ പ്ലഗ് ഇൻ ചെയ്താൽ ഇത് ഒരു ബൂട്ട് ലോഡർ മോഡ് അഥവാ മാസ് സ്റ്റോറേജ് മോഡിലേക്ക് മാറും. അങ്ങനെ ആക്കിയ ശേഷം വേണം ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അല്ലാതെ നേരിട്ട് പ്ലഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് പിന്നീട് കാണാം. ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ സാധാരണ ഒരു വിൻഡോസ് ഡിസ്ക് കാണുന്നതാണ്. പിന്നെ നമ്മൾ ഈ ബൂട്ട് ലോഡർ മോഡിലേക്ക് മാറ്റുമ്പോൾ അതിന് വേറൊരു ഡിസ്ക് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. RPI-RP2D എന്ന പേരിലൊരു ഡിസ്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. റാസ്ബെറി പൈ പൈക്കോ രണ്ട് തരത്തിൽ ലഭ്യമാണ്. ഒന്ന് ഈ കാണുന്ന പോലെ ഹെഡേഴ്സ് സോൾഡർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അതാണ് ബ്രെഡ് ബോർഡിൽ മൗണ്ട് ചെയ്യാൻ സൗകര്യമാണ്. വേറൊരു ടൈപ്പ് കാസ്റ്റലേറ്റഡ്, അതിന് ഈ ഹെഡേഴ്സ് ഉണ്ടാവില്ല, പകരം അവിടെ ഹോൾസേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് റാസ്ബെറി പൈ പൈക്കോയിലെ പിൻസിൻ്റെ നമ്പേഴ്സ് ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. ആ USB പോർട്ടുള്ള സ്ഥലത്തു നിന്നാണ് പിൻ നമ്പർ ചെയ്ത് തുടങ്ങുന്നത്. ആദ്യത്തെ പിന്നെ 1, 2, 3 അങ്ങനെ പോകുന്നു. പിന്നെ ഇങ്ങനെ തലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ഇതിൽ കുറേ ഗ്രൗണ്ട് പിന്നുകളുണ്ട്. ആ ഗ്രൗണ്ട് പിന്നുകൾ